പൃഥ്വിരാജ് സുകുമാരന്റെ ലൂസിഫർ ആയാലും എമ്പുരാനായാലും ഈ രണ്ട് സിനിമകളുടെയും ടൈറ്റിൽ എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ള യുണീക്ക് ആയിട്ടുള്ള നമ്മൾ അധികം അങ്ങനെ കേൾക്കാത്ത രീതിയിലുള്ള അത്രയ്ക്ക് പവർഫുൾ ആയിട്ടുള്ള ഒരു ടൈറ്റിലാണ്. അതുപോലെ തന്നെയാണ് വരാൻ പോകുന്ന ലൂസിഫർ 3യുടെ ടൈറ്റിലും. അസ്രായേൽ. എമ്പുരാന്റെയും ലൂസിഫറിന്റെയും മ്യൂസിക് കമ്പോസർ ആയിട്ടുള്ള ദീപക് ദേവ് തന്നെയാണ് ഈ ഒരു കാര്യം കൺഫേം ചെയ്തത്. ഉഷ ഉദിപ്പ് എന്ന് പറയുന്ന സിംഗറിനെ കൊണ്ട് അത് പാടിച്ച് എമ്പുരാൻ എന്നുള്ള ടൈറ്റില് ലൂസിഫറിന്റെ എൻഡ് ക്രെഡിറ്റ്സിൽ അവർ റിവീൽ ചെയ്യാണ്. അതുപോലെ L3യുടെ ടൈറ്റിൽ തന്നെയാണ് ഉഷ ഉദിപ്പിനെ കൊണ്ട് തന്നെ സോങ്ങിലൂടെ റിവീൽ ചെയ്തിട്ടുള്ളത്. അസ്രായേൽ എന്നുള്ള ഈ ഒരു നെയിം അപ്പോൾ കൺഫേംഡ് ആണ്. ഇതിന്റെ മീനിങ് എന്താണെന്ന് തേടിപ്പോയ സമയത്ത് എനിക്ക് കിട്ടിയത് ഇതൊരു ഇസ്ലാമിക് ജൂയിഷ് ട്രഡീഷൻസിലുള്ള അതിന്റെ ഒരു മീനിങ് എന്ന് പറയുന്നത് ഏഞ്ചൽ ഓഫ് ഡെത്ത് എന്നാണ്, മരണത്തിന്റെ മാലാഖ. ലൂസിഫർ ഫ്രാഞ്ചൈസിയിലെ ബേസ്മെന്റ് എന്ന് പറയുന്നത് നമുക്കെല്ലാം അറിയാം ഇലുമിനാറ്റി. ഇതെല്ലാം കൂടെ കണക്ട് ചെയ്തെടുക്കുമ്പോൾ L3 എന്തായിരിക്കും, ആരായിരിക്കും ഷെങ് ലോങ് ഷെൻ? അപ്പൊ നമുക്ക് ഒട്ടും ടൈം കളയാതെ കാര്യത്തിലേക്ക് കടക്കാം. സബ്സ്ക്രൈബ് ചെയ്തിട്ടോ. നമുക്ക് L3യിലേക്ക് പോകുന്നതിന് മുമ്പ് L1ഉം L2 ലൂസിഫറും എമ്പുരാനും നമുക്ക് പെട്ടെന്നൊന്ന് ഓടിച്ചു നോക്കാം. ലാലേട്ടനെ അതുവരെ കണ്ടുകൊണ്ടിരുന്ന ക്യാരക്ടേഴ്സുകളിൽ നിന്ന് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിനെ നമുക്ക് പൃഥ്വിരാജ് തന്നു ലൂസിഫറിലൂടെ. ആ ഒരു സിനിമയുടെ മേക്കിംഗ് ആയാലും ലാലേട്ടന്റെ പ്രത്യേകിച്ച് അട്ടയറും ലാലേട്ടന് ചേരുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ ലാലേട്ടന്റെ ആ ഓറയെ പ്രസന്റ് ചെയ്ത് കാണിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സ്റ്റൈലിഷ് ആയിട്ടുള്ള ക്യാരക്ടറിന്റെ അപ്പിയറൻസും ഒക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം പൃഥ്വിരാജ് സുകുമാരൻ എന്ന് പറയുന്ന ആ ഒരു ഡയറക്ടറിന്റെ വിഷൻ എത്രത്തോളം ക്ലാരിറ്റി ഉള്ളതാണെന്ന്. എമ്പുരാനിലേക്കുള്ള ആ ഒരു എൻഡ് ക്രെഡിറ്റ്സ് ആയാലും അതെല്ലാം കൂടെ വെച്ചിട്ട് ആ ഒരു തിയേറ്റർ എക്സ്പീരിയൻസും എല്ലാം കൂടെ വെച്ച് നോക്കുമ്പോൾ ദ എൽ ബ്രാൻഡിനെ ഇത്രയ്ക്ക് മനോഹരമായിട്ട് വിഷ്വലി പ്രസന്റ് ചെയ്ത ഒരു സിനിമ നമുക്ക് വളരെ റെയറായിട്ടേ ലാലേട്ടൻ സിനിമകളിലുള്ളൂ. അതിനുശേഷം വന്ന ആ ഒരു എൻഡ് ക്രെഡിറ്റ്സിൽ എമ്പുരാൻ എന്നുള്ള ആ ഒരു ടൈറ്റിലോട് കൂടി ആ കിട്ടി വെച്ചിരുന്ന ഒരു ഹൈപ്പ് ഉണ്ടായിരുന്നു. ലാലേട്ടന്റെ ലുക്കായാലും എല്ലാം എമ്പുരാനിലേക്ക് വന്ന സമയത്ത് അതിന്റെ കാസ്റ്റുകളോ ഒക്കെ വന്ന സമയത്ത് നമ്മൾ ഞെട്ടിപ്പോയ കുറെ കാസ്റ്റുകളൊക്കെ അതിനകത്ത് ഉണ്ടായിരുന്നു. ഗെയിം ഓഫ് ത്രോൺസിലെ വരെ ആക്ടേഴ്സ് വരെ അതിനകത്ത് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് ബിഗ് കാസ്റ്റ് തന്നെ ഉണ്ടായിരുന്ന ഒരു സിനിമയായിരുന്നു എമ്പുരാൻ. പൃഥ്വിരാജ് സുകുമാരൻ എന്ന് പറഞ്ഞ ഡയറക്ടറിന്റെ മേക്കിംഗ് നമുക്ക് ലൂസിഫർ തന്നെ ധാരാളമാണ്. ഇതിന്റെ ഇടയ്ക്ക് ബ്രോഡാഡി എന്ന് പറഞ്ഞ ചെറിയ സിനിമ എടുത്തിട്ടുണ്ട്. പൃഥ്വിരാജിന്റെ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഇത്രയും ടെക്നിക്കൽ നോളജ് ഉള്ള ഒരാൾ എന്തായാലും ലാലേട്ടനെ പ്രസന്റ് ചെയ്യുമ്പോൾ ഈ രീതിയിലുള്ള ഒരു ടെക്നിക്കൽ ക്വാളിറ്റിയിൽ അല്ലെങ്കിൽ ഇത്രയും ക്വാളിറ്റി ആയിട്ടുള്ള ഒരു സിനിമ എടുക്കും എന്നുള്ളത് നമുക്ക് ഓൾമോസ്റ്റ് കൺഫേം ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. പക്ഷേ എവിടെയാണ് പാളിയെന്ന് വെച്ചാൽ ആ ഒരു സിനിമയുടെ കണ്ടന്റ് തന്നെയാണ് പാളിയത്. ഒരുപാട് കാര്യങ്ങളെ ഇൻജക്ട് ചെയ്ത് ആ ഒരു സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ ആ ഒരു ബേസ് ലൈൻ മുരളി ഗോപി എന്ന് പറയുന്ന അസാധ്യ റൈറ്റർ എന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹത്തിന്റെ റൈറ്റിംഗിൽ ഒരുപാട് മിസ്റ്റേക്കുകൾ അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും സാറ്റിസ്ഫൈ ആവാത്ത ഒരുപാട് കോൺട്രവേഴ്സീസ് ഒക്കെ ആയിട്ടുള്ള നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ. അപ്പോൾ ആ ഒരു രീതിയിലുള്ള ഒരു റൈറ്റിംഗ് സ്ക്രിപ്റ്റ് ടോൺ ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി എടുത്തത് തന്നെയാണ് ആദ്യത്തെ മിസ്റ്റേക്ക്. നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്ന പൃഥ്വിരാജിൽ നിന്ന് എക്സ്പെക്ട് ചെയ്തിരുന്ന സിനിമ അല്ലെങ്കിൽ ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായിട്ട് വരാൻ പോകുന്ന സിനിമ ഈ ഒരു ടോപ്പിക്കിലുള്ള സിനിമ അല്ല എന്നുള്ളത് എമ്പുരാൻ കാണിച്ചിരുന്നു. അതിന്റെ BGM ദീപക് ദേവ്, ലൂസിഫറിൽ ദീപക് ദേവ് പൊളിച്ച് ഒരുപാട് അഭിപ്രായങ്ങളൊക്കെ വാരി കൂട്ടിയതാണ്. പക്ഷേ എമ്പുരാനിലേക്ക് വന്ന സമയത്ത് ആ സിനിമയുടെ മൂഡ് കുറച്ചും കൂടി ഇന്റർനാഷണൽ ആക്കാൻ അല്ലെങ്കിൽ നമ്മൾ ഹോളിവുഡ് സിനിമകളൊക്കെ കാണുന്ന സമയത്ത് അതിനകത്ത് ഒരുപാട് ഇടിച്ച് പൊളി മ്യൂസിക് കാണില്ല. വളരെ സട്ടിലായിട്ടുള്ള ഭയങ്കര ബ്ലെൻഡായി പോകുന്ന അല്ലെങ്കിൽ സ്റ്റോറിയിലൂടെ ബ്ലെൻഡായി പോകുന്ന മ്യൂസിക് ഒരു ലെവലായിരിക്കും ഉണ്ടാവുക. എമ്പുരാൻ എന്ന സിനിമയിൽ ഒരുപാട് ഫോറിൻ ആക്ടേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഓഡിയൻസിലേക്കും കൂടി ആ ഒരു സിനിമ കണക്ട് ആവാൻ വേണ്ടി പേഴ്സണലി എനിക്കും എമ്പുരാന്റെ മ്യൂസിക് ഒന്നും വർക്കായ കാര്യമല്ല. അസ്രായേലിലേക്കുള്ള ടൈറ്റിൽ റിവീലേഷന് ഉഷ ഉദിപ്പിനെ കൊണ്ട് ഒരു സോങ് പാടിപ്പിക്കുന്നുണ്ട്. അതിന്റെ വിഷ്വൽസ് അവിടെ കുറെ കാര്യങ്ങൾ അതിന്റെ ഇതിൽ കൂടെ കാണിച്ചു പോകുന്നുണ്ട്. അതെടുത്ത് ഡീകോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് എന്താണ് L3 എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. L3 അസ്രായേൽ എന്ന് പറഞ്ഞ സിനിമയുടെ അപ്ഡേറ്റ്സുകളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഡ്രോപ്പ് ചെയ്തു എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു ഇരുന്നത്. പക്ഷെ റീസെന്റ് ആന്റണി പെരുമ്പാവൂർ ഓൾറെഡി അത് കൺഫേം ചെയ്തു എന്തായാലും L3 ഉണ്ടാവും എന്നുള്ളത്. പൃഥ്വിരാജും റീസെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു L3 എന്ന് പറഞ്ഞ സിനിമ ഒരുപാട് കമ്മിറ്റ്മെന്റ്സ് ഓൾറെഡി ഉണ്ട്. അപ്പോൾ അതൊക്കെ ഫിനിഷ് ചെയ്യാൻ പറ്റാതെ ഇങ്ങനെ ഡിലേ ആയിക്കൊണ്ടിരിക്കുന്നതിന്റെ കൂട്ടത്തിൽ ഈ ഒരു വലിയ സിനിമയായിരിക്കും എന്തായാലും. എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമ നമുക്കറിയാം എത്ര വലുതായിരുന്നു, അതിൻ്റെ ഒരു സ്കെയിൽ എന്തായിരുന്നു എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ മുകളിൽ നിൽക്കുന്ന ഒരു സിനിമ അവർക്ക് അസ്രായേൽ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഇത്രയും കാലം അതിൻ്റെ പുറകിൽ അവർ ഇൻവെസ്റ്റ് ചെയ്യണം, ടൈമും. ഈ ഒരു റീസൺസിൻ്റെ പേരിലായിരുന്നു ഈ ഒരു സിനിമ ഇങ്ങനെ ഡിലേ ആയി പോയത്. ഫൈനലി അതിൻ്റെ ടൈറ്റിൽ അനൗൺസ്മെൻ്റ് ഒക്കെ എത്താൻ പോകുന്നു എന്നുള്ള രീതിയിലാണ് കറൻ്റ്ലി വരുന്ന റൂമേഴ്സ് വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. റിക്യൂൻ എന്ന് പറഞ്ഞ ആക്ടർ നമ്മൾ മലയാളികൾക്കിടയിൽ എത്രത്തോളം ഇമ്പാക്റ്റ് ഉള്ള ഒരു ആക്ടർ ആയിരുന്നു അല്ലെങ്കിൽ അത്രയും വലിയൊരു പവർ ഉണ്ടായിരുന്ന ഒരു ആക്ടർ
ആക്ടർ ആണോ എന്നുള്ളത്, അദ്ദേഹം നല്ലൊരു ആക്ടർ ആണെങ്കിൽ പോലും നമുക്ക് അത്രത്തോളം ഇമ്പാക്ട്ഫുൾ ആയിട്ട് ഫീൽ ചെയ്യുന്ന ഒരു തരം ആക്ടർ ആയിരുന്നു എന്നുള്ളത് നമുക്ക് എമ്പുരാന്റെ എൻഡ് ക്രെഡിറ്റ്സിൽ കണ്ടപ്പോൾ മനസ്സിലായി. കാരണം അത്രയ്ക്കൊരു ഇമ്പാക്റ്റ് ഉണ്ടായില്ല. റിക്യുവിന്റെ ഷെങ്ലോങ് ഷെൻ എന്ന് പറഞ്ഞ ആ ഒരു ക്യാരക്ടർ പലർക്കും ആ ക്യാമിയോ വന്ന ആരാണെന്ന് പോലും പലർക്കും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ റിലീസിന് മുമ്പ് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന റിക്യുവിനായിരിക്കും എന്നുള്ളത്. സെയ്ദ് മസൂദും അബ്രഹാം ഖുറൈഷിയും കൂടി ഏറ്റുമുട്ടാൻ പോകുന്നത് ഷെങ്ലോങ് ഷെങ്ങിന്റെ വിങ്സ് ആയിട്ടുള്ള ഒരു കൂട്ടം കാർട്ടൽസിനെ ഫോക്കസ് ചെയ്തുകൊണ്ടായിരിക്കാം L3 എന്ന് പറയുന്ന അസ്രായേൽ സിനിമ. മുരളി ഗോപി ഒരു സ്ക്രിപ്റ്റ് ചെയ്ത സമയത്ത് ലൂസിഫർ ബെഹ്രൂബിയും ലൂസിഫർ വലങ്കൈ എന്ന് പറയുന്ന രീതിയിൽ 2 സ്ക്രിപ്റ്റ് ആയിട്ടാണ് ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് ചെയ്തിരുന്നത്. അതുപോലെ തന്നെ ഈ സിനിമ 3 പാർട്ടുകളായിട്ട് അവർ സ്പ്ലിറ്റ് ചെയ്ത് ഇറക്കാൻ വേണ്ടിയിട്ട് ഇതൊരു ട്രയോളജി ആയിട്ട് തന്നെ പ്ലാൻ ചെയ്ത ഒരു സിനിമ തന്നെയാണ്. നമ്മൾ ഈ 2 പാർട്ടിലായിട്ട് കണ്ടിട്ടുള്ളത്. കംപ്ലീറ്റ് ആവണമെന്നുണ്ടെങ്കിൽ L3 അസ്രായേലും കൂടെ വന്നിട്ട് ഈ ഒരു ഫുൾ ഫ്രാഞ്ചൈസി 3 പാർട്ടും കറക്റ്റ് ആയിട്ട് എൻഡ് ആവണം. അസ്രായേൽ എന്ന് പറഞ്ഞ ടൈറ്റിൽ ഏഞ്ചൽ ഓഫ് ഡെത്ത് എന്നാണ്, മരണത്തിന്റെ മാലാഖ. ഈ ഒരു ഷെങ്ലോങ് ഷെങ് എന്ന് പറഞ്ഞാൽ റിക്യുവിന്റെ ക്യാരക്ടർ ചെയ്യുന്നതാവാം ഇവരുടെ ഹെഡ്. ഈ ഒരു ഹെഡ് ക്യാരക്ടറിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഫുൾ കാർട്ടൽസിനെയും ഡിഫീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അവരെ തീർക്കുക, നശിപ്പിക്കുക എന്നുള്ള എയിമോട് കൂടി നിൽക്കുന്ന മറ്റൊരു കാർട്ടലാണ് അബ്രഹാം ഖുറൈഷിയുടെ അണ്ടറിൽ വരുന്ന ഒരു സ്ക്വാഡ്. അതുപോലെ തന്നെ ഒരുപാട് മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഡാർക്ക് സൈഡ് ക്യാരക്ടേഴ്സും ഇതിനകത്ത് വരുന്നുണ്ട്. അതിപ്പോ ഗോവർദ്ധൻ എന്ന് പറഞ്ഞ ക്യാരക്ടറൊക്കെ അതിന് എക്സാമ്പിൾ ആണ്. 2 മാസ് ഹീറോസ് അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കുന്നു. അപ്പൊ അവരെ ഇൻട്രോഡ്യൂസ് ചെയ്യാൻ ഒന്നെങ്കിൽ അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇയാളെ കുറിച്ച് അയാൾ പൊക്കി പറഞ്ഞ് ഇൻട്രോഡ്യൂസ് ചെയ്യണം, അതല്ലെങ്കിൽ വില്ലനെ കുറിച്ച് ഹീറോ പൊക്കി പറഞ്ഞ് ഇൻട്രോഡ്യൂസ് ചെയ്യണം. അപ്പൊ ഈ 2 രീതി മാറ്റി നിർത്തിയിട്ട് ഇവരെ കുറിച്ച് നമ്മളിലേക്ക് പറഞ്ഞു തരാൻ യൂസ് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് ഗോവർദ്ധൻ. ഈ ആള് ഇന്ന സംഭവമാണ്, അല്ലെങ്കിൽ ആ ആള് ഇന്നതൊക്കെ ചെയ്തിട്ടുള്ള ആളാണ്, അല്ലെങ്കിൽ ഇന്ന കാട്ടല് ഇന്ന ഇതിലേക്കുള്ള പ്രശ്നമാണ്, അങ്ങനെ സ്റ്റോറി ടെൽ ചെയ്ത് തരുന്ന ഒരാളാണ് ഗോവർദ്ധൻ. ഈ ഒരു ക്യാരക്ടറിന്റെ POVയിലൂടെ ആയിരിക്കും നമ്മൾ ഇതെല്ലാം കാണുന്നത്. ഈ ഒരു L ഫ്രാഞ്ചൈസിനകത്ത് കിടക്കുന്ന ഫുൾ കാര്യങ്ങൾ നമുക്ക് കാണിച്ചു തരുന്നത് ഗോവർദ്ധൻ എന്ന് പറഞ്ഞ ക്യാരക്ടറിൻ്റെ ഒരു POVയിലൂടെ ആയിരിക്കും. ഞാനിപ്പോൾ പറഞ്ഞല്ലോ, ഈ കാർട്ടൽസ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ 2 സൈഡിലും കുറേ കാർട്ടൽസുകൾ ഇങ്ങനെ ചുറ്റിപ്പറ്റി കിടക്കുന്നതിൻ്റെ ബേസിൽ കിടക്കുന്ന, പക്ഷേ ഇതിൻ്റെ എല്ലാം ഹിഡൻ സൈഡായിട്ടുള്ള ഒരു ബേസ്മെൻ്റ് ആണ് അവർ കൊടുത്തിരിക്കുന്നത്. ഇലുമിനാറ്റി, ഡാർക്ക് സീക്രട്ടുകൾ ഹൈഡ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റിയെ നമുക്ക് ഇലുമിനാറ്റി എന്ന് പറയാം. ഈ ഒരു സിനിമയ്ക്കകത്ത് ഇലുമിനാറ്റിയുടെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഖുറൈഷി അബ്രഹാം എന്ന ക്യാരക്ടറോ ഷെങ്ലോങ് ഷെൻ എന്ന് പറഞ്ഞ ക്യാരക്ടറോ, ഇവർ രണ്ടിൽ ആരെങ്കിലും ഒരാൾ ഇതിൽ ഒരു പാർട്ടായിരിക്കാം. അത് ഓരോ വിഭാഗത്തിനും വേണ്ടി ഓരോ വില്ലന്മാരെന്ന രീതിയിൽ അവർ സെറ്റ് ചെയ്താണ് ഇതിൻ്റെ അകത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ കബൂങ്ക എന്ന് പറയുന്നതൊക്കെ വേറൊരു വിഭാഗത്തിൻ്റെയാണ്, ഷെങ്ലോങ് ഷെങ് എന്ന് പറയുന്നത് മറ്റൊരു വിഭാഗത്തിൻ്റെയാണ്, ഒരു ജാപ്പനീസ്, ചൈനീസ് കൈൻഡ് ഓഫ് ഇതുപോലെ പല വിഭാഗങ്ങൾക്കായിട്ട്. ഇപ്പോൾ ആ ഒരു വലിപ്പം നമുക്ക് അതിലൂടെ മനസ്സിലാകും. പല സ്ഥലത്തായിട്ട് സ്കെയിൽ ചെയ്യപ്പെട്ട് കിടക്കുന്ന ഒരു ലോകമാണ് ഈ പറയുന്ന ലൂസിഫറിൻ്റെയും എമ്പുരാൻ്റെയും വരാനിരിക്കുന്ന അസ്രായേലിൻ്റെയും. വളരെ സിമ്പിളായിട്ട് L3യുടെ ഒരു കോൺസെപ്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ, ലാലേട്ടൻ്റെ ഖുറൈഷി അബ്രഹാം എന്ന് പറയുന്ന ക്യാരക്ടർ ഇപ്പോൾ ഒരു റീസൺ വന്നിട്ടുണ്ട്. ടോവിനോയുടെ ആ ഒരു ക്യാരക്ടറിന്, ടോവിനോയുടെ ക്യാരക്ടർ അതിൽ തീർന്നോ എൻഡായോ എന്നുള്ളതിന് ഒരു കൺഫേം തന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഹെലികോപ്റ്റർ പൊട്ടിത്തെറിച്ചു എന്നുള്ള ഒരു ഇതേ വന്നിട്ടുള്ളൂ. ഇനിയിപ്പോൾ എടുത്ത് ചാടിയാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ഇഷ്യൂവിൽ കൊണ്ടാണ് അവർ നിർത്തിയിരിക്കുന്നത്. ഒരു റൈസ്, അല്ലെങ്കിൽ അവർ തമ്മിൽ വീണ്ടും ആ ഒരു പ്രശ്നത്തിനെ തുടക്കമിടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഒരു ഇഷ്യൂ അവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. എങ്ങനെ ഖുറൈഷി അബ്രഹാമിലേക്ക് മാറി, ആ മാറ്റത്തിന്റെ ട്രാവലിൻ്റെ ഇടയിൽ സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന് പറഞ്ഞ ക്യാരക്ടറിലേക്ക് സ്വിച്ച് ആയത് എങ്ങനെ, ആ ട്രാവൽ എങ്ങനെയായിരിക്കാം, അതുപോലെ തന്നെ ഈ ട്രാവലുകൾക്കിടയിൽ എങ്ങനെയാണ് ഷെങ്ലോങ് ഷെങ്ങൊക്കെ പോലുള്ള വലിയ അതോറിറ്റീസുമായിട്ട് ഇങ്ങനൊരു പ്രശ്നത്തിലേക്ക് വന്ന്, അല്ലെങ്കിൽ ഇവർ തമ്മിൽ പ്രോബ്ലം എങ്ങനെ ഇവർ തമ്മിൽ ഉണ്ടായി എന്നുള്ളതൊക്കെ തന്നെ ആയിരിക്കാം L3 അസ്രായേലിൽ കാണാൻ പോകുന്നത്. പക്ഷേ ഇപ്പോൾ പ്രണവിൻ്റെയൊക്കെ ലാസ്റ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു ലാലേട്ടൻ ചെറുപ്പം, അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ. അപ്പോൾ ലാലേട്ടൻ എങ്ങനെ ഈ ഒരു ഖുറൈഷി അബ്രഹാമായി മാറി എന്നുള്ളത് നമുക്ക് അറിയേണ്ട ഒരു കാര്യമാണ്, അല്ലെങ്കിൽ ആ ബാക്ക് സ്റ്റോറി നമുക്ക് അറിയേണ്ടതാണ്. എമ്പുരാനിൽ കാണിക്കുന്നതിന് പകരമാണ് ആ രീതിയിൽ സ്ക്രിപ്റ്റ് ചെയ്തു വെച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി L3-നകത്ത് അവർക്ക് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്താലേ ബാക്കി കാര്യങ്ങൾ അങ്ങോട്ട് മുന്നോട്ട് പോയാലും നമുക്ക് വല്ല ഇമ്പാക്റ്റ് ഉണ്ടാവുള്ളൂ. ഒരു പക്ഷേ ഈ ഷെങ്ലോങ് ഷെങ് എന്ന് പറയുന്ന ക്യാരക്ടറിന്റെ ഫാദർ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ക്യാരക്ടറുമായിട്ടായിരിക്കാം നമ്മൾ അബ്രഹാം ഖുറൈഷിക്ക് പ്രശ്നം, അല്ലെങ്കിൽ ഒരു ബാക്ക് സ്റ്റോറി ഉണ്ടായിരിക്കുക. അങ്ങനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ മകൻ വന്ന് പകരം വീട്ടുന്നു എന്നുള്ള ഒരു കോൺസെപ്റ്റിലേക്ക് വേണമെങ്കിലും കൊണ്ടുപോകാൻ പറ്റും. കാരണം അവർ തമ്മിലൊരു ഏജ് നമ്മൾ നോക്കുന്ന സമയത്ത് നല്ല ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. ലുക്ക് വൈസ് ഈ ഷെങ്ലോങ്ങിന്റെ ഫാദർ ആയിരിക്കാം ചിലപ്പോൾ പാസ്റ്റിൽ ഇവർ തമ്മിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടാവാം, കാർട്ടലിന്റെ ബേസിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇതിന്റെ പുറകിൽ. അബ്രഹാം ഖുറൈഷിയുടെ ബാക്ക് സ്റ്റോറിയും പ്ലസ് ഈ ഷെങ്ലോങ് ഷെങ്ങുമായിട്ട് എങ്ങനെ കണക്ട് ആവുന്നു എന്നുള്ളതുമായിരിക്കാം L3 അസ്രായേലിന്റെ ഒരു ബേസിക് പ്ലോട്ട്. ഇതൊരു ഫാൻ തിയറി ആയിട്ട് മാത്രം കൂട്ടിയാൽ മതി. ഇതുപോലൊരു ഫാൻ തിയറിയാണ് നമ്മൾ കാട്ടാണലിലും പറഞ്ഞത്. പക്ഷേ ഞാൻ പറഞ്ഞത് എല്ലാം കാട്ടാണലിൽ അതുപോലെ സംഭവിച്ചിട്ടുണ്ട്. പൃഥ്വിരാജിന് നല്ല രീതിയിൽ ഈഗോ ഹെർട്ടായിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ മിക്കവാറും L3യിൽ തീർക്കാനുള്ള പരിപാടിയുണ്ട്. എന്തായാലും ഒരു ക്വാളിറ്റി പടം
മാത്രം അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് ഉറപ്പിക്കാം. പക്ഷേ കണ്ടന്റ് വൈസ് എങ്ങനെ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് എക്സൈറ്റ്മെൻറ്റ്, അല്ലെങ്കിൽ അത് എവിടെ കൊണ്ട് അവർ എത്തിക്കും എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ്. മറ്റ് 2 ഫ്രാഞ്ചൈസീസിൻ്റെയും ഇടയ്ക്കിടയ്ക്ക് അവിടെയൊക്കെ ഇലുമിനാറ്റിയുടെ സംഭവം കാണിക്കുന്നുണ്ട്. അതൊക്കെ എല്ലാം ഈ ഒരു ഏഞ്ചൽ ഓഫ് ഡെത്ത്, മരണത്തിൻ്റെ മാലാക ദ അസ്രായേൽ L3-യിൽ നമുക്ക് കാണാമെന്ന് എക്സ്പെക്ട് ചെയ്യാം. റീസെൻറ്റ് വീഡിയോസ് അതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്, സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. ഇതിനേക്കാൾ ഇടിവെട്ടായിട്ടുള്ള മറ്റൊരു വീഡിയോ കാണാം. ഇറ്റ്സ് മീ അൻഷാൻ നിസാർ. ബൈ.